ഒരാൾ എങ്ങനെയാണ് ഒരു ക്രിമിനലായി മാറുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങളാകും നമുക്ക് ഈ ഒരു ചോദ്യത്തിന് കണ്ടെത്താൻ കഴിയുക. ഈ ഒരു ചിന്തയാണ് വലതുവശത്തെ കള്ളൻ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ത്രില്ലർ സംവിധായകൻ ജീത്തു ജോസഫ് തന്റെ പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളനുമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. മരിച്ചവർക്കും നീതി വേണ്ടേ? അത് വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരല്ലേ? വലതുവശത്തെ കള്ളൻ സഞ്ചരിക്കുന്നത് ഈ ഒരു വാചകത്തിലൂടെയാണ്. പ്രത്യേകിച്ച് പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കഥയാണ് വലതുവശത്തെ കള്ളൻ്റേത്. സാമുവൽ ജോസഫ്, ആന്റണി സേവ്യർ എന്നീ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നേറുന്നത്. അഴിമതിയുടെ കറപുരണ്ട പോലീസ് ഓഫീസറായി ബിജു മേനോൻ എത്തുമ്പോൾ സാം എന്ന അതിബുദ്ധിമാനായ ഹാക്കറായിട്ടാണ് ജോജു ചിത്രത്തിലെത്തുന്നത്. രണ്ട് കഥാപാത്രങ്ങൾ എന്നതിലുപരി രണ്ട് അച്ഛന്മാരുടെ കഥ കൂടിയാണ് സിനിമ. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സ്നേഹനിധിയായ അപ്പനാണ് സാമുവൽ സേവ്യർ. എന്നാൽ ആന്റണിയാകട്ടെ ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ കൂറോ മമതയോ ഒന്നുമില്ലാത്ത ഒരച്ഛനും. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ജീത്തു ജോസഫ് സിനിമകളുടെ അതേ പാറ്റേണിലും മൂഡിലുമാണ് വലതുവശത്തെ കള്ളന്റെ പോക്കും. ഡീനു തോമസ് ഈലനാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. കെട്ടുറപ്പില്ലാത്ത കഥയും സംഭാഷണങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന കല്ലുകടിയായി മാറിയത്. മാത്രമല്ല, ഒട്ടും ലോജിക്കില്ലാത്ത ചില രംഗങ്ങളും സിനിമയിൽ കടന്നു വരുന്നുണ്ട്. എവിടെയോ തുടങ്ങി അവസാനം എങ്ങനെയൊക്കെയോ ചിത്രം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. ചിത്രത്തിൽ എവിടെയും ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ സംവിധായകനോ തിരക്കഥാകൃത്തിനോ ആയിട്ടില്ല. മേക്കിങ്ങിലൂടെ ചിത്രം എൻഗേജിംഗ് ആക്കാൻ സംവിധായകൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഒഴുക്കിന് ചിത്രം പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പോലീസ് സ്റ്റേഷൻ സീനുകളിലൊക്കെ എവിടെയൊക്കെയോ ചില വ്യക്തതക്കുറവുകളും അനുഭവപ്പെട്ടു. ചില രംഗങ്ങളും കഥാപാത്രങ്ങളും ഒഴിവാക്കിയാലും സിനിമയ്ക്കോ കഥയ്ക്കോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും സാധ്യതയില്ല. പെർഫോമൻസിലേക്ക് വന്നാൽ ജോജുവിൽ നിന്നും ബിജു മേനോനിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ അവർ നമുക്ക് തന്നു എന്നാണ് പറയാനുള്ളത്. എന്നാലും ഒരു പടിക്ക് മുകളിൽ നിന്നത് ബിജു മേനോൻ തന്നെയാണ്. ലെന, KR ഗോകുൽ, ഇർഷാദ് തുടങ്ങി ചിത്രത്തിലെത്തിയവരെല്ലാവരും അവരവരുടെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട്. ലെന ഉൾപ്പെടെ ചിത്രത്തിൽ നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അവർക്കൊന്നും വേണ്ടത്ര പ്രാധാന്യം സിനിമയിൽ നൽകിയിട്ടില്ല. വിഷ്ണു ശ്യാമിന്റെ സംഗീതവും ചിത്രത്തിന് ഗുണകരമായില്ല. പശ്ചാത്തല സംഗീതവും അങ്ങനെ തന്നെ. ഓഗസ്റ്റ് സിനിമ, സിനി ഹോളിക്സ്, ബെഡ് ടൈം സ്റ്റോറീസ് തുടങ്ങിയവയുടെ ബാനറുകളിൽ ഷാജി നടേശനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആകെ മൊത്തം ഒരു ശരാശരി സിനിമ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. ക്രൈം ത്രില്ലർ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മാത്രമാണ് വലതുവശത്തെ കള്ളൻ.